ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണും. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ട്രിവാൻഡ്രം ഭീമാപള്ളിയിലെ ഉറൂസാണ്. ആ ഒരു ഉറൂസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 ദിവസം ട്രിവാൻഡ്രം ഉണർന്നിരിക്കുമെന്ന് പറയുന്നത് സത്യമാണ്. കാരണം എന്തുമാത്രം ആൾക്കാരാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഉറൂസ് തീർന്നവരെ, ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 2 അത് തീരുന്നത് വരെ അതൊരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ്. അവിടെ നമ്മുടെ പള്ളിയെ കാണാൻ തന്നെ എന്ത് മനോഹരമാണ്. ദശലക്ഷക്കണക്കിന് ആൾക്കാരെ ഓരോ സ്ഥലത്തു നിന്ന് വരുന്നത്. ഉറൂസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പള്ളിയുടെ ചുറ്റും പറയണ്ട, പലതര കച്ചവടക്കാരാണ്. ഫർദകളാകട്ടെ, എന്ന് വേണ്ട അത്തറാകട്ടെ, എന്ന് വേണ്ട എന്തും ഭക്ഷണവും പല പല വെറൈറ്റി ഭക്ഷണങ്ങൾ എന്ന് വേണ്ട ഒരുപാട് സാധനങ്ങളും എന്ത് പറയേണ്ടതെന്നറിയില്ല. അത് നമ്മൾ കണ്ട് തന്നെ തീർക്കണം. ഞാൻ എൻ്റെ യൂട്യൂബിൽ ചെറിയ ചെറിയ ഷോർട്ടുകളായിട്ട് നിങ്ങളെ മടുപ്പിക്കാതെ ഞാൻ എടുത്തിട്ടുള്ള എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ വീഡിയോസ് എല്ലാം കാണണം. ഇന്നലെ പോയപ്പോൾ എടുത്ത വീഡിയോസാണിതെല്ലാം. പക്ഷേ ഇനി ചന്ദനക്കുട അടക്കുമ്പോൾ ലാസ്റ്റ് ദിവസമാകുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ ഭംഗിയായിരിക്കും പള്ളിയെ കാണാൻ വേണ്ടി. കുറച്ചും കൂടെ അലങ്കരിച്ച് കുറച്ചധികം ലൈറ്റുകളോടെ നല്ല ഭംഗിയായിട്ട് പള്ളി നല്ല ഭംഗിയായി കാണാൻ പറ്റും. ചന്ദനക്കുടം അടുക്കാറായി, പക്ഷെ അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം വരെ നമ്മൾ കാത്തിരിക്കേണ്ടതാണ്. ട്രിവാൻഡ്രത്തിൻ്റെ മാത്രം സ്വകാര്യ അഹങ്കാരമെന്ന് പറയാം ഭീമാപള്ളി ഉറൂസ്. അത് ട്രിവാൻഡ്രത്തുള്ളവർക്ക് അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ഏത് രാത്രിയും ഞങ്ങൾ രാത്രിയാണ് പോയത്. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും ഒരുപാട് ആൾക്കാർ അവിടെ പൊയ്ക്കൊണ്ടിരിപ്പുണ്ട്. എല്ലാ വർഷവും കൊടിയേറ്റിൻ്റെ അന്ന് ഞാൻ പോകുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം അന്ന് സാധിച്ചില്ല. മക്കൾക്കെല്ലാം സുഖമില്ലായിരുന്നു ഇപ്പോഴത്തെ കാലാവസ്ഥ കാരണം. അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പള്ളിയുടെ കോമ്പൗണ്ടിനകത്തേനെ ഈ സൈഡിൽ തന്നെ എന്തുമാത്രം സാധനങ്ങൾ വെച്ചിട്ട് കച്ചവടക്കാരിരിക്കുന്നത്. ഈ സൈഡിൽ മൊത്തം ഫർദകളാണ്. ഫർദകളും പിന്നെ അത്തറും അങ്ങനെ വേണ്ട ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. ഓക്കെ, ബൈ.